السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു പുണ്യ മാസം നമ്മളിലേക്ക് വരികയാണ്. പരിശുദ്ധ റമദാൻ ഇന്ന് നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. ആ റമദാൻ്റെ ഒരു മുന്നൊരുക്കം നമുക്ക് നിർബന്ധമാണ്. നമ്മുടെ വീടുകളൊക്കെ നാം കഴുകി ശുദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പരിസരം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലുപരിയായി നാം വൃത്തിയാക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. ഹൃദയത്തെ വൃത്തിയാക്കാനുള്ള ഒരു അവസരമാണ്. ഇതേപോലത്തെ ഒരു പരിശുദ്ധ റമദാനിൽ തുടക്കത്തിൽ, അതിൻ്റെ തൊട്ട് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഖദ് അളല്ലക്കും ഷഹ്റുൻ അളീമുൻ വ ഷഹ്റുൻ മുബാറക്. ഹബീബായ നബി ഉപയോഗിച്ച വേർഡ് തന്നെ നോക്കൂ. യാ അയ്യുഹന്നാസ് ഖദ് അളല്ലക്കും ഷഹ്റുൻ അളീം എന്നാണ്. ഒരു പരിശുദ്ധമായ മാസം നമ്മളിലേക്ക് ഇതാ വരാനിരിക്കുന്നു. ഷഹ്റുൻ അളീം വ ഷഹ്റുൻ മുബാറക്, വളരെ വണ്ണമുള്ള ബഹുമാനമുള്ള മാസം എന്നാണ് റസൂലുള്ളാഹി ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ മുന്നൊരുക്കം 2 മാസം മുമ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുള്ള മുന്നൊരുക്കമാണ്? അള്ളാഹുവേ, റജബിലും ഷഅബാനിലും എനിക്ക് നീ ബർക്കത്ത് ചെയ്യണേ, പരിശുദ്ധ റമദാൻ എനിക്ക് എത്തിക്കണേ എന്നുള്ള ഈ മുന്നൊരുക്കം നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു മുന്നൊരുക്കം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആത്മീയമായ മുന്നൊരുക്കമാണ്. നമ്മുടെ ഖൽബ് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സാമ യൗമൻ ഈമാനം വഹ്തിസാബ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. മറ്റൊരു ഹദീസിൽ മൻ സാമ യൗമൻ ഈമാനം വഹ്തിസാബ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നുള്ളതാ. തീർച്ചയായും ആത്മീയമായ ഒരു തയ്യാറെടുപ്പ്, ഖൽബ് കൊണ്ട് നാം ആ നോമ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത്. മുത്തുനബി പറഞ്ഞത് ഒറ്റ ദിവസത്തെ നോമ്പിനെ കുറിച്ചാണ്. വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു എന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാം നോമ്പ് നോക്കുകയാണെങ്കിൽ അതിന് ലഭിക്കുന്ന പ്രതിഫലമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കഴിഞ്ഞു പോയ മുഴുവൻ പാപങ്ങളും പൊറുക്കുമെന്നുള്ള. നിസാര കാരണങ്ങൾക്ക് വേണ്ടി നോമ്പ് ഒരിക്കലും നാം ഉപേക്ഷിച്ചുകൂടാ. നമുക്ക് നിർബന്ധമായ ഒരു കർത്തവ്യമാണ്. കഴിയുന്നവരൊക്കെ നോമ്പ് അനുഷ്ഠിക്കുക, ആ നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുക. പരമാവധി പള്ളികളിൽ തറാവീഹ് നമസ്കരിക്കാൻ പുരുഷന്മാർ എത്തിപ്പെടുക, പരമാവധി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് തുടർന്ന് ഓരോ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അറിവുകൾ നാം നിങ്ങൾക്ക് നൽകുന്നതാണ്. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഈ പരിശുദ്ധ റമദാനിൽ പൂർണ്ണമായി നോമ്പനുഷ്ഠിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ഇതിൻ്റെ മുന്നൊരുക്കമായി ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. തൗബയുടെ മാസമാണ്, ഞങ്ങൾക്ക് തൗബ ചെയ്യാൻ. അള്ളാഹുവെ, നോമ്പിൻ്റെ മാസമാണ്, നോമ്പ് നോക്കാൻ. ഖുർആനിൻ്റെ മാസമാണ്, ഖുർആൻ ഓതാനും പഠിക്കാനും ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.